കാലത്ത് തന്നെ ഇന്നൊരു 8ന്റെ മണി കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. രാവിലെ തന്നെ എൻ്റെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയി. റൈറ്റ് സൈഡിലെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് ഒരു ഹെഡ്സെറ്റ് വാങ്ങിയിട്ട് എൻ്റെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് മാറി മേടിക്കാൻ ലുലുവിലേക്ക് പോകണമായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങി ഞാൻ സിംസിനോട് പറഞ്ഞു നമുക്ക് രാവിലെ തന്നെ പോകാം. വൈകിട്ടായാലും അവൻ മറി 6ാമത്തെ ദിവസം തന്നെ 48 മണിക്കൂർ കഴിഞ്ഞ് 7 ദിവസം അതിൻ്റെ ടൈമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ മാറി മേടിച്ചില്ലെങ്കിൽ അവന്മാർ നമുക്കിട്ട് പണി തരും. അവർക്കാണല്ലോ 48 മണിക്കൂർ കണക്കുള്ളത്, നമുക്കില്ലല്ലോ. ഇവന്മാരെ കണ്ടപ്പോൾ കളിപ്പിക്കാതിരിക്കാൻ പോരാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ ലൂവിക്കുട്ടനെ നമുക്ക് ഓർമ്മ വരൂലേ. ലൂവിനെ ഇങ്ങനെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മയെന്നൊക്കെ പറഞ്ഞാൽ ലൂവി സമാധാനമായിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുള്ളൂ. കാരണം ലൂവി എൻ്റെ മോനാണെന്നാണ് ലൂവിയുടെ വിചാരം. അപ്പോൾ അങ്ങനെ ഞാനത് പോയി സംസാരം തിരക്ക് പിടിച്ച് വേഗം പോവാന്നും പറഞ്ഞിട്ട് വേഗം പോയി അത് മാറി മേടിച്ചു. സമാധാനമായി. കാരണം സാധനം നമ്മളുടെ പൈസ പോവാതെ നമ്മുടെ കൈ കിട്ടിയല്ലോ. നമ്മളമ്മമാരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ സ്പോട്ടിലിൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, കുറച്ച് നേരം കേട്ടപ്പോഴത്തേ പറഞ്ഞിടാ റൈറ്റ് സൈഡിൽ സ്പീക്കറിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അത് കഴിഞ്ഞിട്ട് അവനും ശ്രദ്ധിച്ചില്ല. വേഗം തന്നെ ജയ ബേക്കറിയിലേക്ക് വെച്ച് പിടിച്ചു. ക്രീം ബണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ ക്രീം ബണ്ണ്. അപ്പോൾ അതും മേടിച്ച് കൈ പിടിച്ചു. വേഗം തന്നെ പോയി. ദുബായ് ഒരു എന്നെ ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ആടിനെ കൊണ്ടുപോകുന്ന ഒരു പിക്കപ്പ് വാൻ നമ്മുടെ മുമ്പിൽ പെട്ടപ്പോൾ എനിക്ക് അതും ഓർമ്മ വന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.